നാരായൺജിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഒപ്പം കൂടെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ വളരെ അഭിമാനകരമായ ഓർമ്മകൾ ഇരമ്പുകയാണ്. ഞാൻ പത്രപ്രവർത്തനത്തിൽ ഡിപ്ലോമ എടുത്തതിന് ശേഷം ആദ്യമായി രാഷ്ട്രവാർത്ത എന്ന സായാഹ്ന ദിനപത്രത്തിൽ സബ് എഡിറ്ററായി ജോലി ചെയ്യുമ്പോൾ അന്ന് നാരായൺജി ജനസംഘത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്, ദക്ഷിണ കേരളത്തിൻ്റെ. അപ്പോൾ മിക്കവാറും രാഷ്ട്രവാർത്ത ഓഫീസിൽ വരും. എഡിറ്റോറിയലും അതിലൊക്കെ വായിച്ചുള്ള അക്ഷരത്തെറ്റും വ്യാകരണത്തെറ്റുമൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കും. ചില ദിവസങ്ങളിൽ ജനസംഘ ഓഫീസിൽ ചെല്ലുമ്പോൾ രാഷ്ട്രവാർത്ത മുഴുവൻ തിരുത്തി റെഡിയാക്കി അവിടെ വെച്ചേക്കും. അപ്പോൾ എന്നെ ഇങ്ങനെ നോട്ടമിട്ട് ഞാൻ ചെയ്യുന്നതിൽ പലതും വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കണ്ട് എനിക്കൊരു നല്ല പരിശീലനം നൽകിയ ഒരു ഗുരുനാഥൻ കൂടിയാണ് പത്രപ്രവർത്തനത്തിൽ. ഈ രാഷ്ട്രവാർത്ത പത്രം നടക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു സായാഹ്ന ദിനപത്രവും കൂടി കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിക്കണം എന്ന ഒരു തീരുമാനം ജനസംഘത്തിൻ്റെ നേതാക്കന്മാരെല്ലാവരും ചേർന്നെടുക്കുകയുണ്ടായി. അതേപ്പറ്റി ആലോചിക്കാൻ ദത്താത്രേയ റാവുവും സി പ്രഭാകരനും അതുപോലെ നാരായൺജിയും രാമപിള്ള സാറും എല്ലാവരും കൂടി രാഷ്ട്രവാർത്തയിൽ വന്നിരുന്നു. അന്ന് രാഷ്ട്രവാർത്തയുടെ ചുമതല വഹിച്ചിരുന്നത് KG വാദ്യാർജിയാണ്. അദ്ദേഹം ജനസംഘത്തിൻ്റെ ട്രഷറർ കൂടിയായിരുന്നു. അപ്പോൾ വാദ്യാർജി ആരാണിതിൻ്റെ ചുമതല വഹിക്കുന്നത്, നാരായൺജിയും ദത്താത്രേയ റാവുവും ഒക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഞാനൊരു അരിക്കച്ചവടക്കാരനാണ്, പക്ഷേ അരിക്കച്ചവടം നടത്തുന്ന പോലെ പത്രം നടത്താൻ പറ്റില്ല. ഞാൻ ഈ രാഷ്ട്രവാർത്ത നടത്തുന്നത് എൻ്റെ അരിക്കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു തുക ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടാണ്. കാരണം പത്രം എന്ന് പറയുന്നത് ഒരു വ്യവസായമോ വ്യാപാരമോ കച്ചവടമോ ഒന്നുമല്ല, അതൊരു ധർമ്മ സ്ഥാപനമായി കാണണം. അതിന് കുറേ ത്യാഗം സഹിക്കേണ്ടി വരും. അപ്പോൾ ദത്താത്രേയ റാവു പറഞ്ഞു, ശരി, ഞങ്ങൾ സഹിച്ചോളാം. അങ്ങനെയാണ് ജന്മഭൂമി ഒരു സായാഹ്ന ദിനപത്രമായി കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്നു. 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിൻ്റെ ചീഫ് എഡിറ്റർ PVK നെടുങ്ങാടിയെ, അതുപോലെ നാരായൺജി തുടങ്ങി സി പ്രഭാകരൻ തുടങ്ങിയിട്ടുള്ള ദത്താത്രേയ റാവു എല്ലാവരെയും ജയിലഴിക്കുള്ളിലാക്കി. അത് മുദ്രവെച്ചു, രാഷ്ട്രവാർത്തയും മുദ്രവെച്ചു. ആ കാലമൊക്കെ അങ്ങനെ നാരായൺജിയും ജയിലിലായി. ഞാനിപ്പോൾ ഓർക്കുന്നത് ഈ ടൗൺ ഹാളിൽ വെച്ചാണ് ജന്മഭൂമിയുടെ പ്രഭാത ദിനപത്രം ഇന്നേക്ക് 49 വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. 1977 നവംബർ മാസം 14-ാം തീയതി ഈ ഹാളിൽ വെച്ച് തന്നെയാണ് ഡോക്ടർ KN രാജ്, അന്നത്തെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജന്മഭൂമി ദിനപത്രം ഒരു പ്രഭാത ദിനപത്രമായി ഉദ്ഘാടനം ചെയ്യുന്നു. അന്ന് ഇതേ വേദിയിൽ, എനിക്ക് തോന്നുന്നു പഴയ ബിൽഡിംഗ് പൊളിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത് പണിതിരിക്കുന്നത്, ഇതേ വേദിയിൽ ഡോക്ടർ KN രാജ് തൊട്ടടുത്തിരുന്ന ചീഫ് എഡിറ്റർ MB മന്മഥൻ സാറിനോട് ചോദിച്ചു, ഈ പത്രം എങ്ങനെ നടത്തിക്കൊണ്ട് പോകും? അപ്പോൾ നാരായൺജി ജന്മഭൂമി ദിനപത്രത്തിൻ്റെ മാനേജർ എന്നുള്ള ചുമതലയാണ്. ഇത് സംഘടിപ്പിക്കുന്ന, ഈ യോഗം സംഘടിപ്പിക്കുന്ന, ഉദ്ഘാടന സമ്മേളനം സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുമതല നാരായൺജിയും അതുപോലെ സുന്ദർജിയുമായിരുന്നു. അപ്പോൾ സുന്ദർജി ഇടപെട്ടിട്ട് പറഞ്ഞു, ഇതിൻ്റെ ചീഫ് എഡിറ്റർ അറിയപ്പെടുന്ന, ഹീസ് എ ബെസ്റ്റ് ഫേമസ് ഒറേറ്റർ ശ്രീ MB മന്മഥൻ, സർവോദയ ലീഡർ എന്നൊക്കെ പറഞ്ഞ് മന്മഥൻ സാറിനെ കുറിച്ച് അങ്ങ് പുകഴ്ത്തി. അങ്ങനെയുള്ള ഒരാളാണ് ഈ ദിനപത്രം ചീഫ് എഡിറ്റർ. അപ്പോൾ KN രാജ് പറഞ്ഞു, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, മാനേജ്മെൻ്റ് ആരാണ്, ഇതാര് എഫക്റ്റീവ് മാനേജ് ചെയ്യും? അപ്പോൾ മന്മഥൻ സാർ പറഞ്ഞു,
വി ഹാവ് എ വെരി ഗുഡ് എഫക്റ്റീവ് എഫിഷ്യൻറ്റ് മാനേജർ ശ്രീ പി നാരായൺജി എന്ന് പറഞ്ഞു. അത് സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ്. നാരായൺജിയായിട്ട് അവർ തമ്മിൽ പത്രം നടത്തുന്നതിനെക്കുറിച്ച്, കാരണം അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും കൂടി ആയതുകൊണ്ട് ഒരു പത്രം നടത്തേണ്ടതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ മൻമോഹൻ സാർ പറഞ്ഞു, ഇത് ഒരിക്കലും ഞങ്ങൾ എന്ത് ലാഭം ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇതൊരു ധർമ്മപ്രചരണമാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, അന്ന് പുറത്തിറക്കിയ ആദ്യത്തെ എഡിറ്റോറിയൽ, അതിൻ്റെ മുഖപ്രസംഗം, ഫ്രണ്ട് പേജ് മുഖപ്രസംഗമാണ്. അത് എം പി മൻമോഹൻ സാർ എഴുതിയതാണ്. അതിൻ്റെ ആദ്യം യഥോധർമ്മസ്തതോ ജയ എന്നാണ്. ഞങ്ങൾ ധർമ്മപ്രവർത്തനമാണ്, പത്രധർമ്മത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും പറയുകയുണ്ടായി. നാരായൺജി ഇവിടെ തൊട്ടടുത്തായിരുന്നു അന്ന് ഓഫീസ്. ഈ ടൗൺ ഹാളിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ ഒരു വാടക കെട്ടിടത്തിലാണ്, ട്രെഡിൽ മെഷീനിലാണ്. ഒരു നമ്മൾ ചടാക്ക് മെഷീൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ആക്രി കച്ചവടത്തിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന, കാരണം അന്ന് അത്രയും പണമുള്ളൂ, പുതിയ മെഷീനൊന്നും എടുക്കാൻ കാശില്ല. അപ്പോൾ ഒരു ട്രെഡിൽ മെഷീൻ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് നമ്മൾ പത്രം അടിക്കുന്നത്. മിക്കവാറും അതിന് കേടാണ്. ഈ ഓപ്പറേറ്ററെ കൊണ്ടുവന്ന് ഇത് നന്നാക്കിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യം. എപ്പോഴും ഇങ്ങനെ ഓപ്പറേറ്റർ ഈ മെക്കാനിക്കിന് പൈസ കൊടുത്ത്, നാരായൺജി ഇതെല്ലാം 2 ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട്, നാരായൺജിയാണല്ലോ മാനേജർ, ഈ പൈസ കൊടുക്കേണ്ട മാനേജറുടെ ഉടനെയായിരുന്നു. എവിടെ നിന്നെടുത്ത് പൈസ കൊടുക്കാൻ? ഇത് ദിവസവും ഇങ്ങനെ അയാൾക്ക് 500 രൂപ 1000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റും. നാരായൺജി ഇതെല്ലാം നോക്കി നിന്ന് ഈ മെഷീൻ എങ്ങനെയാണ് ഇത് റിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങ് പഠിച്ചു. അപ്പോൾ അടുത്ത ദിവസം എന്തെങ്കിലും കേട് സംഭവിച്ചാൽ നാരായൺജി ഷർട്ട് ഊരുകയാണ്. ഷർട്ടെല്ലാം ഊരിയിട്ട് അവിടെ നിന്ന് അതിൻ്റെ മുഴുവൻ കേടുപാടുകൾ എല്ലാം നീക്കം ചെയ്ത് മെഷീൻ ഓടിക്കുകയാണ്. ഈ കാഴ്ച പലപ്പോഴും കാണേണ്ടി വന്നിട്ടുണ്ട്. അത് എം പി മൻമോഹൻ സാർ മുഖപ്രസംഗം എഴുതിയാൽ അന്ന് ഡെസ്കിലുണ്ടായിരുന്ന നമ്മുടെ പുത്തൂർമുടൻ ചന്ദ്രൻ, അദ്ദേഹം പിന്നെ പബ്ലിക് റിലേഷൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്തയാളാണ്, ഇപ്പോൾ മാതൃഭൂമിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ടല്ല കൊടുക്കുന്നത്, നാരായൺജിയുടെ കയ്യിലോട്ടാണ്. നാരായൺജി ഇതൊന്ന് നോക്കി ഒന്ന് കറക്റ്റ് ചെയ്തേക്കണം മുഖപ്രസംഗം. അപ്പോൾ അന്ന് മാനേജരുമാണ്, എഡിറ്റോറിയൽ സെക്ഷനും കൈകാര്യം ചെയ്യും. കാരണം അപ്പം നാരായൺജി പറയാറുണ്ട്, ജന്മഭൂമി പ്രവർത്തിക്കുന്നവർ അയാൾ കമ്പോസ് ചെയ്യാനും പഠിക്കണം, എഴുതാനും പഠിക്കണം. ഇനി അച്ചടിച്ച് അന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തലച്ചമടെ കൊണ്ട് ബസ് കയറ്റി വിടുകയും വേണം, ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറ്റി വിടുകയും വേണം. ആ രീതിയിലുള്ള അഭ്യാസം, ഇത് നിർബന്ധിച്ച് ചെയ്യുന്നതല്ല, ഒരാൾ വേറൊരാളോട് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, എല്ലാവരും കൂടി ഒരു സംയുക്ത സംരംഭമാണ്. ആ നിലയ്ക്കാണെന്ന് ഈ തൊട്ടടുത്തുള്ള ഒരു വാടക കെട്ടിടത്തിൽ ജന്മഭൂമിയുടെ പ്രവർത്തനം നടന്നു. നാരായൺജി രാവിലെ വരും. അത് കാരണം ഈ നേരത്തെ കൃത്യസമയത്ത് വരേണ്ടവരെല്ലാവരും വരും. കാരണം നാരായൺജി ആരോടും പറയുന്നില്ല, നാരായൺജി നേരത്തെ വരുന്നുണ്ട്. അതുകൊണ്ട് 9 മണിക്കും 10 മണിക്കും വരേണ്ടവർ അവരെല്ലാവരും വന്നോളും. ഏറ്റവും അവസാനം പോകുന്നത് നാരായൺജിയാണ്. അങ്ങനെ വളരെ സത്യസന്ധമായി, ആത്മാർത്ഥമായി, നിസ്വാർത്ഥമായി, പൂർണ്ണ സമർപ്പണത്തോടെ ജന്മഭൂമിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആ നാരായൺജി വാസ്തവത്തിൽ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഏറ്റുവാങ്ങി ആ പത്രത്തെ വളർത്തി കൊണ്ടുവന്നതാണ്. ആ കാലം ഞാനിപ്പോഴും ഓർക്കുകയാണ്. കാരണം ഞാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യാണ്. പക്ഷേ വൈകുന്നേരം 5:30 ആകുമ്പോൾ ജന്മഭൂമിയിൽ വരും. ഉച്ചയാകുമ്പോൾ നാരായൺജിയുടെ കോള് വരും. വൈകുന്നേരം ആകുമ്പോൾ അല്പം താമസിച്ചാൽ വിളിക്കും. അങ്ങനെ ആ രാത്രി കാലങ്ങളിൽ ആ പത്രം രാത്രി സമയത്തും എത്ര വൈകിയാലും അച്ചടിച്ച് അത് മുഴുവൻ അവസാനത്തെ പത്രക്കെട്ടും പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് ഓഫീസിൽ നിന്നും നാരായൺജി പോകാറ്. ഏതായിരുന്നാലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ, എന്നെ സംബന്ധിച്ചിടത്തോളം 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ വെച്ച് നാരായൺജി എൻ്റെ വീട്ടിൽ വന്നതോടുകൂടിയാണ്. അന്ന്
കോട്ടയം ജില്ലയിൽ പ്രചാരകരായി മാധവനുണ്ണിയേട്ടനും നാരായൺജിയും പ്രചാരകരായിട്ടുള്ളപ്പോൾ വീട്ടിൽ വന്ന് ഞാനന്ന് സ്കൗട്ടിൻ്റെ ലീഡറാണ് സ്കൂളിൽ. ആ സ്കൗട്ടിൻ്റെ ഒരു ഫോട്ടോ കണ്ട് സ്കൗട്ടിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. എനിക്കറിയാൻ മേലെ എല്ലാവരും സ്കൗട്ടിൽ ചേരാൻ പറഞ്ഞു. ഞാൻ ചേർന്നു എന്നല്ല, എനിക്കൊന്നും ഇതേക്കുറിച്ച് അറിയില്ല എന്ന്. പക്ഷേ സ്കൗട്ട് ഗൈഡ്സ് എന്താണ് എന്ന് എന്നെ പറഞ്ഞ് ആദ്യം മനസ്സിലാക്കി അച്ചടക്കമുണ്ടാകണം. അത് പറഞ്ഞ് എന്നെ ശാഖയിൽ കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചായി പിന്നത്തെ ചർച്ച. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടുമുട്ടി എന്നെ ഈ പൊതുപ്രവർത്തന ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. ഞങ്ങൾ ഒരുമിച്ച് തന്നെ പിന്നീട് പത്രപ്രവർത്തന രംഗത്ത് തന്നെ സമയം ചെലവഴിച്ചു. പുതിയ കെട്ടിടവും ഒക്കെയായി പ്രവർത്തനം ഇളമക്കരയിലേക്ക് മാറിയതിന് ശേഷം ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി യാതൊരു വിധത്തിലുള്ള വീഴ്ചയും വരുത്താതെ പത്രത്തിൻ്റെ എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് മുഖപ്രസംഗങ്ങൾ പതിവായി വീഴ്ചയൊന്നും വരുത്താതെ അദ്ദേഹം എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ന് എഴുതിയ മുഖപ്രസംഗങ്ങൾ പലതും ഞാനിപ്പോഴും ഓർക്കുകയാണ്. അന്നത്തെ പത്രം വായിച്ച ശേഷം ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ലൈബ്രറി വർക്കാണ് വളരെ പ്രധാനം. എൻ്റെ മുഖപ്രസംഗത്തിന് ആവശ്യം അതാണ്. വെറുതെ റിയാക്ഷനല്ല ആവശ്യം, അതേക്കുറിച്ച് പ്രതികരിക്കുകയല്ല ആവശ്യം. ശരിയോ തെറ്റോ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ഓരോത്തിനും അടിസ്ഥാനപരമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യണം. അത് ഇരുന്ന് എഴുതുന്നത് കാണാം, പെട്ടെന്നാണ് എഴുതി തീരുന്നത്. അതിൻ്റെ സ്പീഡ് ഞങ്ങളൊക്കെ അതിശയിച്ചു പോയിട്ടുണ്ട്. എഡിറ്റോറിയൽ വേണം എന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂറിനകം എഡിറ്റോറിയൽ റെഡിയാണ്. ഒരെഴുത്താണ്, ഒരു വെട്ടിത്തിരുത്ത് പോലും ഇല്ലാതെ ഇങ്ങനെ എഴുതാൻ എങ്ങനെ സാധിക്കും? ആശയങ്ങളിങ്ങനെ പ്രവഹിക്കുകയാണ് ആ എഴുത്തിലൂടെ. അത് പോയി ഒരു ബുക്ക് എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ വരട്ടെ ഞാനൊന്ന് നോക്കട്ടെ പഠിക്കട്ടെ എന്നൊന്നും പറഞ്ഞ് കാരണം സമയം വളരെ വിലപ്പെട്ടതാണ്. അന്നൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്ക് മുമ്പെങ്കിലും കിട്ടണം, എങ്കിലും അടുത്ത ദിവസത്തെ പത്രത്തിൽ അത് വരുത്താൻ പറ്റിയോ. അതൊക്കെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ അതെല്ലാം ഇപ്പം തന്നെ നമ്മൾക്ക് സ്വാഗതം പറഞ്ഞപ്പോൾ തന്ന പുസ്തകം ദേശീയ രാഷ്ട്രീയം കേരളത്തിൽ നിന്നുള്ളതാണ്. കേരളത്തിൻ്റെ ദേശീയ രാഷ്ട്രീയ ചരിത്രം ഇത്ര വിശദമായി, വിദഗ്ധമായി, വിപുലമായി അത് എഴുതി പ്രതിഫലിപ്പിക്കാൻ, അത് വളരെ സരളമായി സരസമായി അത് എഴുതി തീർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുവെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ സമസ്ത മേഖലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് അത് ഏറെ പ്രശംസനീയമാണ്.